ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷ് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഹാപ്പി കപ്പിൾസായി ഫോട്ടോകളും വ്ലോഗുകളും ഇടുന്നുണ്ടെങ്കിലും ദിയ ഇടയ്ക്ക് പങ്കുവെക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ലൈക്ക് ചെയ്യുന്ന ഫോട്ടോകളും സംശയമുണർത്തുന്നതാണ്. ഭർത്താവിന്റെ വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നം, ഭർത്താവിൽ നിന്നും പരിഗണന ലഭിക്കാത്തത്, ഭർത്താവ് അമ്മയ്ക്ക് മുൻഗണന നൽകുന്നത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പോസ്റ്റുകളും റീലുകളുമാണ് ദിയ പങ്കുവെക്കാറും ലൈക്ക് ചെയ്യാറുമുള്ളത്. ഇതിനിടെ പണം ചിലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെക്കുറിച്ച് നേരത്തെ ദിയ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ചർച്ചയാകുന്നത്. ദിയ എന്ത് കണക്ക് പറച്ചിലാണെന്ന് തന്റെ ബ്ലോഗിൽ ചിലർ കമന്റ് ചെയ്യാറുണ്ട്. പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിൽ എറിഞ്ഞാലും അളന്നെറിയണം. വലിച്ചെറിഞ്ഞ കാലം തനിക്കുണ്ടായിരുന്നു. അന്നെനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്തെറിഞ്ഞാലും അത് അളന്നെറിയും എന്നാണ് ദിയ പറഞ്ഞത്. ദിയയ്ക്കടുത്ത് ചിരിച്ചുകൊണ്ട് അശ്വിനുമുണ്ടായിരുന്നു. പഴയൊരു വ്ലോഗിൽ ദിയ പറഞ്ഞ വാക്കുകളാണിത്. അശ്വിനിട്ടൊന്ന് താങ്ങിയതാണോ എന്ന ചോദ്യം ചിലർക്കുണ്ടെങ്കിലും അശ്വിന് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളും വിദേശയാത്രകൾക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം ദിയ ഇടയ്ക്ക് എടുത്തു പറയാറുണ്ട്. ഇത് കമന്റ് ബോക്സിൽ പലരും ചൂണ്ടിക്കാട്ടാറുമുണ്ട്. വിവാഹ ജീവിതത്തിൽ ഹണിമൂൺ ഘട്ടം പെട്ടെന്ന് അവസാനിച്ച് ദിയ യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കുറേ നാളായി അഭിപ്രായമുണ്ട്. വിവാഹം എടുത്തുചാട്ടമാണെന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് വിവാഹവും കുഞ്ഞും വേണമെന്നത് ദിയയുടെ തീരുമാനമായിരുന്നു. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ അശ്വിൻ അവഗണിക്കുകയാണെന്നാണ് വാദം. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ അശ്വിൻ അവഗണിക്കുകയാണെന്ന് വരെ വാദം വന്നു. അതേസമയം ഹേർട്ടേഴ്സിന്റെ ഊഹാഭോഗങ്ങൾ മാത്രമാണിതെന്ന് ദിയയുടെ ആരാധകർ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ജോലി വിട്ട അശ്വിൻ ഇന്ന് ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഇന്ന് അധികം കൂട്ടുകാർ ദിയയ്ക്കില്ല. പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും താൻ സാമ്പത്തികമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ദിയ പറയുന്നത്. കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു താൻ. സ്നേഹിക്കുന്ന ആളെ മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരെയെല്ലാം ഇത്തിരി സ്നേഹത്തോടെ ഒരാൾ സംസാരിച്ചാൽ താൻ അങ്ങ് വിശ്വസിക്കും. കൂടെ നിൽക്കുന്നവരായിരുന്നു തനിക്കിട്ട് പണിഞ്ഞുകൊണ്ടേയിരുന്നത്. എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ എല്ലാവരും എണീറ്റ് പോകും. ദിയ കൊടുത്തോളും എന്ന് പറയും. ആദ്യമൊക്കെ ഓക്കെയാണ്, പിന്നെ ഏണിയാണ്. തന്റെ കാർഡാണ് ഉരയ്ക്കുന്നത്. തന്നെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായത്. ഉപയോഗിച്ചതിന് ശേഷവും തന്നെ അവർ കുറ്റമാണ് പറയുന്നതെന്നും ദിയ കൃഷ്ണ ഒരിക്കൽ പറയുകയുണ്ടായി. അശ്വിൻ തന്നെ പ്രേമിച്ച് പ്രശസ്തനാകാൻ നോക്കിയില്ലെന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് സുഹൃത്തായിരുന്നപ്പോൾ അശ്വിൻ സമീപിച്ചിട്ടില്ലെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു.